ഓ മനു ചെറുതായിരിക്കുമ്പോ തന്നെ മനുവിനെ അറിയാം. പണിക്കേ മാമനും അച്ഛനും ബിസിനസ് പാർട്ട്നേഴ്സാണ്. ശരിക്കും പറഞ്ഞ ഒരുപാട് കാലം ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെയായിരുന്നു. നിങ്ങൾ തമ്മിൽ അറിയിച്ചാണോ അതോ ലവ് മാരേജ്? ഇതെന്താ ഒരു ഇന്റർവ്യൂ ആണോ? അയ്യോ അല്ല, കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഇൻട്രസ്റ്റ് കൂടാ. മനുവിനെ ആ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫ്രണ്ട്. സത്യത്തിൽ വീട്ടുകാരെ കല്യാണം ഉറപ്പിച്ച പിന്നെ ഞാനും വേറെ ഫ്രണ്ടിൽ കൂടെ മനുവിനെ കാണാൻ തുടങ്ങി. മനുവിനെ പിന്നെ ചോദിക്കായിരുന്നു ഞങ്ങൾ ലവാണോ. എല്ലാം നോക്കി ഇവള് പറയും പക്ഷെ ലവ് ഉണ്ട്. ഫോൺ എടുത്താൽ നേരത്തെല്ലാം വഴക്കൊക്കെ ഉണ്ടാക്കും. അമേരിക്ക ഹയർ സ്റ്റഡീസിന് പോയിട്ട് വന്നേ പിന്നെ വേറൊരു സ്റ്റൈല. അതെനിക്ക് പിടിക്കുന്നില്ല. അപ്പൊ വഴക്കം തുടങ്ങുന്നത് പോലെ സോറിയും തീരുകയും ചെയ്യും അല്ലെ? ഇത് ട്രാവൽ ട്രിക്ക്. ചിലപ്പോ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. 2-3 ദിവസം കഴിഞ്ഞാല് ഫോൺ എടുക്കത്തില്ല. അപ്പൊ ഞാൻ ബെസ്റ്റായിട്ട് റിയാക്ട് ചെയ്യും. സാരമില്ല, കൈ കിട്ടട്ടെ, അപ്പൊ ഞാൻ ശരിയാക്കി എടുത്തോളാം. കൊട്ടിക്കൂടല്ലേ? വയസ്സല്ല, ഡ്രസ്സിന്റെ സൈസാ. വാങ്ങിക്കാം. അത് മേനോനങ്ങളോട് പറഞ്ഞാൽ മതി. ഞാനിപ്പോ സത്യം എടുക്കാൻ വന്നവർക്ക് വസ്ത്രദാനം ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഒരു ചടങ്ങുണ്ടത്രേ. ആദ്യം വന്ന ആളല്ലേ. മാലിന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കാനാ അച്ഛന്റെ ഓർഡർ.
പെണ്ണിന്റെ മുഖം എന്റെ മനസ്സിൽ മാറി. ചതി അല്ലേ ഇത്? ചതി. നീ വ്യക്തിയായിട്ട് തെറ്റായി എന്റെ അച്ഛനൊപ്പം വാങ്ങി വെച്ചാൽ ഈ ചതി മാറി കിട്ടും. ആ കുടുംബത്തിന് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കുന്നത് അച്ഛന് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആണെങ്കിലോ? അവ കുഴപ്പമില്ലാത്ത കാര്യം ആരെ കുറിച്ച് പറയുന്നത്? അത്ര ബേസിക് നോളജൊക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ അന്വേഷിച്ചു. 100% ഉറപ്പുള്ള കാര്യം ലോകം പറയുന്നുള്ളൂ. എന്നാ ശ്രീ കുമ്മൂർ ആയിക്കോട്ടെ. അറിയാത്ത ജോലി മാറി കാണുമ്പോൾ പറയാനല്ലേ. അവര് നോക്കിയത് കാണുന്നേ വെള്ളം കൊണ്ടുവരും. വെള്ളം കാണാനല്ല, ഒഴിക്കുമോ? ഇത് കാണുന്നില്ലേ? ഒഴിക്കാൻ പറ്റാ, ഒഴിച്ചോട്ടേ ഇരിക്കുക. ഞാനെന്താ ചെയ്തതോടെ പൈപ്പ് കഴിക്കൊള്ളു. ഇന്ന് അത് ചെയ്യോ? ചെല്ലു. എന്താ? അറിയാം. ഓക്കെ. എടാ